ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ എസ്ഐടിയുടെ നീക്കം. ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കർദാസിനെയും വൈകാതെ ചോദ്യം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ഇരുവരെയും കേസിൽ പ്രതി ചേർക്കാത്തത് എന്താണെന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യൽ. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടാൻ പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമെന്നായിരുന്നു ഇവർ നൽകിയ മൊഴി. എന്നാൽ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം എന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത്. KSL സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് SIT കണ്ടെത്തിയ 109 ഗ്രാം സ്വർണ്ണമാണ് പണിക്കൂലിയായാണ് 109 ഗ്രാം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി വാങ്ങിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ നേരത്തെ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെ 12ാം പ്രതിയായും ഗോവർദ്ധനെ 13ാം പ്രതിയുമാക്കിയാണ് FIR ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടുതൽ പിടിച്ചെടുത്തതോടുകൂടിയാണ് പങ്കജ് ഭണ്ഡാരിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ എടുത്തത്. 1 കിലോയ്ക്കടുത്ത് സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്ന രേഖകളിൽ പറയുന്നു. വിൽപ്പനയ്ക്കായി ഗോവർദ്ധനെ ഏൽപ്പിച്ചിരിക്കുന്നത് 477 ഗ്രാം സ്വർണമാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിയായി 97 ഗ്രാം സ്വർണവും നൽകിയതായും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളിൽ പറയുന്നു. ഇതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേവലം ഒരു മോഷണമല്ല, മറിച്ച് ദേവസ്വം ബോർഡിലെ ഉന്നതനും അന്തർ സംസ്ഥാന സ്വർണ്ണ മാഫിയും ചേർന്ന് വർഷങ്ങളായി നടത്തുന്ന വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർക്ക് ദേവസ്വം ഉന്നതരുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. മുൻ അംഗങ്ങളിലേക്ക് അന്വേഷണം. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് M പത്മകുമാറിന്റെ മൊഴി മുൻ അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരിലേക്കും നീളുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഇവർക്കും പങ്കുണ്ടെന്നാണ് പത്മകുമാറിന്റെ മൊഴി. ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ഹൈക്കോടതി പലതവണ ചോദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ഇനിയും പല പ്രമുഖരും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. IPS ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കർദാസ്. അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്. ശങ്കർദാസിന് 85 വയസ്സായെന്നും ഓർമ്മക്കുറവുണ്ടെന്നും പോലീസ് പറയുന്നു. ഇതിനുള്ള മെഡിക്കൽ രേഖകളും തയ്യാറാണ്. തങ്കപ്പാളികൾ ഉരുക്കി വിറ്റ് ശബരിമലയിലെ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതാണ് എന്ന കൃത്യമായ അറിവോടെയാണ് പ്രതികൾ നീങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു. 150 ഗ്രാം പണിക്കൂലിക്കായി മാറ്റിവെച്ച ശേഷം ബാക്കി ഗോവർദ്ധന് വിറ്റു. ഗോവർദ്ധന്റെ പക്കൽ നിന്ന് 470 ഗ്രാം സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവർദ്ധൻ ഇത് വാങ്ങിയതെന്ന് റിപ്പോർട്ടിലുണ്ട്. സമ്മാനങ്ങൾ നൽകി സ്വാധീനം ഉറപ്പിച്ച വൻതോതിൽ സ്വർണം സംഭാവനയെ നൽകുന്നവർ എന്ന വ്യാജേനയാണ് ഇവർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത്. 2009 മാളികപ്പുറത്ത് സ്വർണം പൂശി നൽകിയതും ഈ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ്. സ്വർണ്ണക്കൊള്ള നടത്തിയ ശേഷം പാപം തീർക്കാൻ എന്ന വണ്ണം വീണ്ടും സ്വർണം പൂശി നൽകുന്ന വിചിത്രമായ രീതിയും ഇവർ പിന്തുടരുന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിൽ ഇവർക്കുണ്ടായിരുന്ന അമിത സ്വാധീനം അന്വേഷണ സംഘത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു. ശങ്കർദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കം പോലീസിനുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട്. കേസിലെ മറ്റു പ്രതികളെല്ലാം അഴിക്കുള്ളിലാകുമ്പോൾ ഉന്നത സ്വാധീനമുള്ളവർ മാത്രം നിയമത്തിന് പുറത്തു നിൽക്കുന്നത് നീതി നിഷേധമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. കോടതിയുടെ കർശന നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി തട്ടിപ്പ് നടത്താനുള്ള നീക്കം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. IPS ഉദ്യോഗസ്ഥന്റെ ബന്ധുവായതിനാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന പരാതിയുമായി ഭക്തജന സംഘങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ ശേഖരണത്തിന്റെ കൃത്യമായ ഓഡിറ്റ് വർഷങ്ങളായി നടന്നിട്ടില്ല. ഈ വസ്തുതയും കൊള്ളയ്ക്കാക്കം കൂട്ടി. ഭക്തർ നൽകുന്ന കാണിക്കയും വഴിപാടുകളും കൃത്യമായി രേഖപ്പെടുത്തിയതിൽ ബോർഡിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സന്നിധാനത്തെ മുഴുവൻ സ്വർണ്ണ ഉരുപ്പടികളും ശാസ്ത്രീയമായി പരിശോധിച്ച് അവയുടെ പരിശുദ്ധി ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.
നിലവിലെ സാഹചര്യത്തിൽ പങ്കജും ഗോവർദ്ധനെയും കൃത്യമായി തന്നെ വീണ്ടും SIT ചോദ്യം ചെയ്യുമ്പോൾ അവർ സത്യം പറയുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. കാരണം ഒരിക്കൽ SITയുടെ മുന്നിൽ വന്നുപോയ ടീംസാണ് ഇവരെല്ലാം. പിന്നീട് കോടതി വീണ്ടും കാര്യങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇവർ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പങ്കജിനെയും ഗോവർദ്ധനെയും കുലുക്കിയെടുത്താൽ, ഒരുപക്ഷെ പിഴിഞ്ഞെടുത്താൽ ഒരുപാട് സത്യങ്ങൾ ഛർദ്ദിച്ചേക്കാം. ഇനി EDയുടെ സമയമാണ്. SIT കയറാത്തിടത്തെല്ലാം ED കയറും. ചെന്നൈയിലും ബെല്ലാരിയിലും ഒക്കെ തന്നെ ED റെയ്ഡ് ഉടൻ ഉണ്ടാകും. റെയ്ഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞതിനാൽ തന്നെ മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇതിനോടകം തന്നെ മാറ്റിയിരിക്കുമോ എന്ന സംശയമുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനുമൊന്നും ചെറിയ മീനല്ല എന്ന് വ്യക്തം. ശബരിമലയിലെ ഒന്നടങ്കം വിഴുങ്ങാനുള്ള പദ്ധതികൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. സ്വർണം അടിച്ചു മാറ്റിയതിനു ശേഷം സ്വർണം പൂച്ചിക്കൊടുത്താൽ എല്ലാം ശരിയാകുമെന്നുള്ള തന്ത്രം. അയ്യൻ്റെ മുതൽ അടിച്ചെടുത്ത നാൾ മുതൽ ബെല്ലാരിയിലെ വ്യാപാരത്തിൽ ഇടിവ് സംഭവിക്കാൻ തുടങ്ങി. പക്ഷേ അയ്യൻ്റെ അനുഗ്രഹമെന്നോണം, അല്ലെങ്കിൽ അയ്യൻ്റെ അനുഗ്രഹം വേണം എന്ന് തെറ്റിദ്ധരിച്ച ആ സ്വർണം വെച്ചായിരുന്നു ബാക്കി കളികളെല്ലാം. പിന്നെ കട്ടതിൻ്റെ മുതൽ ദൈവത്തിന് ഒരു പങ്ക് കൊടുക്കാമെന്ന മട്ടിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറിയത്. അപ്പോഴും ഓർക്കുക, വലിയവനും പണമുള്ളവനോടും ദേവസ്വം ബോർഡുമൊക്കെ എങ്ങനെയാണ് മുഖം തിരിക്കാതെ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. കുറച്ചധികം പണവും കുറച്ചധികം സ്വർണവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള അവസരവും ഉണ്ട് താനും. എന്തായാലും മടിയിൽ കയറി ഇരുത്തി തലയിൽ മുടി വരെ വെട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വെട്ടി വന്നതിന് പിന്നാലെയാണല്ലോ ഈ ഒരു സത്യാവസ്ഥ പുറത്തേക്ക് വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ മണ്ടത്തരവും തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ വായിൽ നിന്ന് വരുന്ന സത്യങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വരാനുള്ളത്, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം. നേരത്തെ ഈ കോൺഗ്രസിനും ഇതിൽ ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടുകാരാണ് പങ്കജും ഗോവർദ്ധനുമൊക്കെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടുകാരാണ് സോണിയാഗാന്ധിയും UDFിലെ ചില നേതാക്കന്മാരുമൊക്കെ. സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയെങ്കിൽ അത് ചെറിയ ബന്ധമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ UDF എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ട് അതൊരു AI ആണ്, അല്ലെങ്കിൽ ശത്രുക്കൾ പടച്ചുവിട്ടതാണ് എന്ന് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ സത്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ആദ്യം അന്വേഷിക്കണം. ഇതൊക്കെ ഇറ്റലിയിലേക്ക് പോയോ, അയ്യപ്പ വിഗ്രഹമടക്കം ഇറ്റലിയിലേക്ക് കടന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ, EDയുടെ വരവ്, ഇതൊക്കെ CPMനെ മാത്രമല്ല കോൺഗ്രസിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പങ്ക് എന്താണ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെയും UDFിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങളായിരിക്കുമോ ശബരിമല, കോൺഗ്രസിലും അറസ്റ്റുകൾ ഉണ്ടാകുമോ, ദേശീയ തലത്തിലൊക്കെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുകളോ പേരുകളോ ഒക്കെ വരുമോ, അന്താരാഷ്ട്ര റാക്കറ്റ് എന്ന് പറയുന്ന അവർക്ക് UDFിൻ്റെ വലിയ നേതാക്കളുമായൊക്കെ ബന്ധമുണ്ട് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്.